ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാതമന്നയുടെ 150-ാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ നാളുകളിൽ തിരുവചനം കേട്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ ദിവസങ്ങളിലും നമുക്ക് ആവശ്യമായ ദൈവിക ആലോചനകളെ തിരുവചനത്തിൽ നിന്ന് പ്രദാനം ചെയ്ത് സ്വർഗസ്ഥനായ ദൈവം നമ്മെ വഴി നടത്തുവാനിടയായി തീർന്നു. പ്രഭാതമനയിലെ ഓരോ എപ്പിസോഡുകളും വ്യക്തിപരമായും കുടുംബത്തോടുമുള്ള ദൈവത്തിന്റെ ആലോചനകളായിരുന്നു. അത് അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. ഈ പ്രഭാതത്തിലുള്ള ചിന്തയ്ക്ക് വേണ്ടി 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം 57-ാം വാക്യം വായിക്കുന്നു. 1 കൊരിന്ത്യർ 15:57. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എന്നും എപ്പോഴും നമ്മൾ ജയാളികളായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ക്രിസ്തു മുഖാന്തരം, യേശു ക്രിസ്തുവിലൂടെ, യേശു കാരണം നാം ജയാളികളായി തീരുമെന്ന്. ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്കകത്ത് ഭാരത്തോടെ, നിരാശയോടെ, തോറ്റുപോകുമെന്നുള്ള ആവലാതിയോടെ ഇന്ന് രാവിലെ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോടൊരു ആലോചന പറയാം. നിങ്ങളിൽ ആശ്രയിച്ചാൽ, നിങ്ങളുടെ കഴിവുകളിലേക്ക് നോക്കിയാൽ, നിങ്ങളുടെ കയ്യിലുള്ള പണത്തെയോ സർട്ടിഫിക്കറ്റിനെയോ ആശ്രയിച്ചാൽ ഒരുപക്ഷെ തോറ്റുപോകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ പറയുന്നത് എങ്ങനെയാ നമുക്ക് ജയിക്കുവാനായി കഴിയുന്നത്, ആരാ നമ്മെ ജയിക്കുവാൻ തക്കവണ്ണം ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുന്നത്. ഈ തിരുവചനത്തിനകത്ത് എഴുതിയിരിക്കുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജയത്തിന്റെ ദാതാവാണ്. ജയിക്കുന്നതിന് വേണ്ടി നമ്മെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യും. 2 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിന്റെ ആരംഭ ഭാഗത്ത് എഴുതിയിരിക്കുന്നു, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തോൽപ്പിക്കേണ്ടതിന്, പരാജയപ്പെടുത്തേണ്ടതിന് ശ്രമിക്കുന്ന പൈശാചിക ശക്തിയുണ്ടെന്ന് നാം തിരിച്ചറിയാതെ പോകരുത്. പ്രിയരെ, പിശാച് എത്ര വലിയ പദ്ധതികൾ നമുക്കെതിരെ കൊണ്ടുവന്ന് ആത്മിക ഭൗതിക ജീവിതങ്ങളെ പരാജയപ്പെടുത്തേണ്ടതിന് എന്തെല്ലാം ചെയ്താലും ഈ പകൽ വിശ്വസിക്കാം, യേശു ക്രിസ്തു മുഖാന്തരം ജയത്തിലേക്ക്, നന്മയിലേക്ക്, വിടുതലിലേക്ക്, അനുഗ്രഹത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായി കഴിയും. ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾക്കകത്ത് വേദനയോടെ, ആകുലതയോടെ നിങ്ങൾ മുൻപിലേക്ക് പോകുന്നെങ്കിൽ ഈ തിരുവചനം മുറുകെ പിടിച്ച്, തിരുവചനം ഹൃദയത്തിനകത്ത് ഏറ്റെടുത്ത് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം, അതായത് യേശു ക്രിസ്തുവിലൂടെ ജയം നൽകിത്തരുന്ന ഒരു നല്ല ദൈവമുണ്ട്. അങ്ങനെയാണെങ്കിൽ പരാജയപ്പെടുത്തുമെന്നും ഇല്ലാതാക്കുമെന്നും നശിപ്പിക്കുമെന്നും ഏതെല്ലാം സാഹചര്യങ്ങളെ ഉയർത്തിവിട്ട് പിശാച് ശ്രമിച്ചാലും പ്രാർത്ഥിക്കുന്നവർക്ക് ധൈര്യത്തോടെ പറയാം, ജയം നമ്മുടെ അവകാശമാണ്. അതിനുവേണ്ടി യേശു നമ്മെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യും. ഇന്ന് പകൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവിക ജയത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ കരം പിടിച്ച് നടത്തട്ടെ. നമുക്കറിയാം, പഴയ നിയമത്തിനകത്ത് വിക്കനായ മോശ ഫറവോന്റെ അടുക്കലേക്ക് കയറി ചെല്ലുമ്പോൾ ഭീതിയോടെയാണ് ഫറവോനെ മോശ അഭിമുഖീകരിക്കുന്നത്. എന്നാൽ പുറപ്പാട് പുസ്തകത്തിന്റെ ചരിത്രം വായിച്ചാൽ അറിയാം, ഫറവോനല്ല ജയിച്ചത് മോശയാണ്. അങ്ങനെയാണെങ്കിൽ പരിമിതികളും ഏതൊക്കെ പ്രതിസന്ധികളും മുൻപിലുണ്ടെങ്കിലും
അതിന്റെ നടുവിൽ ജയോത്സവമായി വഴി നടത്തുവാൻ കഴിവുള്ള ഒരു മഹാദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ ഏലിയാവിനെ നമുക്ക് കാണുവാനായി കഴിയും. ആഹാബിന്റെയും ഇസബേലിന്റെയും മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വേദനയോടെ നിരാശയോടെ ഇറങ്ങി വരുന്ന ഏലിയാവിനെ കാണാം. എന്നാൽ ഏലിയാവിന്റെ ചരിത്രം താഴോട്ട് വായിച്ചു വരുമ്പോൾ ഇസബേലും ആഹാബുമല്ല ജയിച്ചത് ഏലിയാവാണ്. പ്രിയരെ, എത്ര വലിയ വെല്ലുവിളികൾ മുൻപിലുണ്ടെങ്കിലും ജയം നൽകി തരുവാൻ കരുത്തനായ ഒരു ദൈവം നമുക്ക് നമ്മോടുകൂടെ ഉണ്ട് എന്ന് തിരിച്ചറിയാതെ പോകരുത്. പുതിയ നിയമം നമ്മൾ വായിക്കുമ്പോൾ മെലീത്ത ദ്വീപിൽ അകപ്പെട്ട പൗലോസിനെ ഒടുക്കിക്കളയേണ്ടതിന്, നശിപ്പിക്കേണ്ടതിന് സാഹചര്യം, പ്രതികൂലങ്ങൾ ഭയങ്കരമായി നേരെ വന്നു. എന്നാൽ മെലിത്തയിൽ നിന്ന് പുറത്തു വരുന്ന പൗലോസ് ആ സാഹചര്യത്തെ ജയിച്ചതായി, പ്രതിസന്ധികളെ ജയിച്ചതായി, കയ്യിൽ ചുറ്റിയ അണലിയെ തീയിൽ കുടഞ്ഞു കളഞ്ഞതായി തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ പറയാം, മെലിത്തയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ജയം പ്രാർത്ഥിക്കുന്നവനാണ്, ദൈവത്തെ ആരാധിക്കുന്നവനാണ്, ദൈവ പൈതലിനാണ്. ഒരു പക്ഷെ പൈശാചികമായ ശക്തികൾ കൂട്ടം കൂടി ആക്രമിച്ച് മുൻപിലേക്ക് പോകുവാൻ അനുവദിക്കാതെ പ്രതിസന്ധികൾ ഉയർത്തിവിട്ടാലും അതിന്റെ നടുവിൽ ഇന്ന് രാവിലെ വിശ്വസിക്കാം, യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. തിരുവചനം വായിക്കുമ്പോൾ പത്രോസിനെ കാരാഗ്രഹത്തിനകത്തടച്ചു. അടച്ചവരെല്ലാം വിചാരിച്ചു പത്രോസിന്റെ അവസാനമായി എന്ന്. എന്നാൽ ദൈവവചനം വായിക്കുമ്പോൾ പത്രോസ് ജയാളിയായി പുറത്തു വന്നത് തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. ദാവീദിന്റെ ജീവിതം പരിശോധിച്ചാൽ ഏലാം താഴ്വരയിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ശത്രുവായ ഗോലിയാത്ത് എല്ലാം കൊണ്ടും ദാവീദിനേക്കാൾ ശ്രേഷ്ഠനായിരുന്നു എങ്കിലും, മുൻപനായിരുന്നു എങ്കിലും, ദൈവത്തിലൂടെ ഏലാം താഴ്വരയിൽ ഒരു വിജയം വെളിപ്പെട്ടു. പ്രിയരെ, പിശാച് എത്ര പ്രബലനായി ജീവിതയാത്രയിൽ തോൽപ്പിക്കേണ്ടതിന് എഴുന്നേറ്റാലും ഇന്ന് പകൽ വിശ്വസിക്കാമോ, യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകി തരുന്ന ഒരു മഹാ ദൈവമുണ്ട്. ഞാൻ പറഞ്ഞത്, വിക്കനായ മോശ ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് ജയിച്ചു. ഏലിയാവ് ഇസബേലിന്റെയും ആഹാവിന്റെയും മുൻപിൽ ജയിച്ചു. പൗലോസ മെലീത്തായിൽ ജയിച്ചു. പത്രോസ കാരാഗ്രഹത്തിനകത്ത് ജയിച്ചു. ദാവീദ് തിരുവചനം എഴുതിയിരിക്കുന്നത് ഏലാം താഴ്വരയിൽ ജയിച്ചു. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വന്നാലും യേശു ക്രിസ്തുവിലൂടെ പ്രാർത്ഥിക്കുന്ന ദൈവപൈതലിന് വിജയം പ്രാപിക്കുവാൻ കഴിയുമെന്ന് തിരിച്ചറിയാതെ പോകരുത്. ഇന്ന് പകൽ നമ്മുടെ വിഷയങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? പരാജയങ്ങളെ, തകർച്ചകളെ, വേദനകളെ ജയമാക്കി മാറ്റുവാൻ കഴിവുള്ള മഹാദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയ്ക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസപിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള ദിവസങ്ങൾ, തുടർന്നുള്ള നാളുകൾ ജയത്തിന്റെയും ദൈവപ്രവൃത്തിയുടെയും ദിവസങ്ങളായിരിക്കട്ടെ. പാപത്തിനോ പിശാചിനോ ലോകത്തിനോ തോൽപ്പിക്കാൻ കഴിയാത്ത അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ജീവിതം നയിക്കുവാൻ സകലരെയും ദൈവം സഹായിക്കണമേ. ബലമുള്ള ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കാം. ദൈവം വലിയ കാര്യങ്ങളെ ചെയ്യും. ഞങ്ങളുടെ ഫോൺ നമ്പർ 9961248386. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ, ആമേൻ.